2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പോരാട്ടത്തിൽ വിജയിക്കുന്ന ഒരു പോരാളി എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, പോരാട്ടം കഴിക്കാതെ ആർക്കും ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായി പൂർത്തീകരിക്കുവാൻ ആവുകയില്ല. ഒരു വിശുദ്ധന്റെ ജീവിതത്തെ 3 കൂട്ടരോടാണ് പൗലോസ് ഉപമിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ സ്വന്തം ജീവിതത്തെയും ഒരു പടയാളിയും ഒരു ഓട്ടക്കാരനും ഒരു വിശ്വാസിയും എന്നീ നിലകളിൽ ഉപമിച്ച് താൻ സാക്ഷീകരിച്ചിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഏതു നിലയിൽ തൻ്റെ ജീവിതത്തെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാലും സംതൃപ്തിയും സന്തോഷവും തനിക്കുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. കാരണം താൻ കഴിച്ച പോരാട്ടം വിജയമായിരുന്നു. തൻ്റെ യജമാനനായ ക്രിസ്തു താൻ ചെയ്യുവാൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു പൂർത്തീകരിച്ചു. തൻ്റെ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ഇനി തൻ്റെ സ്ഥാനത്ത് തൻ്റെ നിജപുത്രനായ തിമോഥെയോസ് പോരാടണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി താൻ ഇവിടെ നൽകുകയാണ്. വിളിക്കപ്പെട്ട ഏതൊരു വിശ്വാസിക്കും മാതൃകയാണ് പ്രിയരെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിത പോരാട്ടം. ക്രിസ്തുയേശുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ വിശുദ്ധ ജീവിതത്തിൽ പോരാട്ടം കഴിച്ച് വിജയിക്കേണ്ടിയ ഓരോ മേഖലയിലും പൗലോസിന്റെ വിജയജീവിതം മാതൃകയാക്കണം. ഒരു പടയാളി എന്ന നിലയിൽ പൗലോസ് യുദ്ധം ചെയ്ത് വിജയിയായ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നാം നേരിടേണ്ടിയ പലവിധ പോരാട്ടങ്ങളുണ്ട്. അപ്രകാരം നാമും ആ പോരാട്ടങ്ങളിൽ വിജയികളായി തീരണം. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. പ്രിയരെ, വിശ്വാസിയായ ഒരുവന്റെ ഒന്നാമത്തെ പോരാട്ടം പാപത്തോടാകണം. പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രക്തം ചിന്തുന്നിടം വരെ നിങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പാപത്തോട് പോരാടുന്നതിൽ ഒരു വിശുദ്ധൻ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കേണ്ടതുണ്ട്. അടുത്തൊരു പോരാട്ടം കഴിക്കൽ വിശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി എന്നാണ് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി പോരാട്ടം കഴിക്കണം. വിശ്വാസം തകർത്തു കളയുവാൻ പോകുന്ന വിരുദ്ധോപദേശങ്ങൾ പൊങ്ങി വരുമ്പോൾ, വ്യാജോപദേഷ്ടാക്കന്മാർ സഭയിൽ നുഴഞ്ഞു കയറുമ്പോൾ നമ്മിൽ അവയുടെ അല്ലെങ്കിൽ അവരുടെ വാക്ചാതുര്യവും വിശദീകരണമായ ഒരു വശീകരണ ശക്തികളും പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടിയും സത്യസുവിശേഷത്തിന്റെ ശരിയായ ഉപദേശം കാക്കേണ്ടതിനും പ്രിയരെ, നമ്മിൽ ദൈവം ഉളവാക്കി തന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും നാം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ പോരാട്ടം കഴിക്കണം. അടുത്തൊരു പോരാട്ടം കഴിക്കൽ പ്രാർത്ഥനയിലാണ്. ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്നാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് ഇവിടെ. പ്രിയരെ, ഇത് നമുക്ക് നൽകി തരുന്ന ഉപദേശം. നാം വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്തൃവേലക്കാരുടെ ശുശ്രൂഷയ്ക്കായും അവരുടെ നിലനിൽപ്പിനായും ശക്തമായി പ്രാർത്ഥനയിൽ അവരോടൊപ്പം തന്നെ പോരാടണം എന്നുള്ളതാണ്. അവരുടെ ശുശ്രൂഷയാൽ സഭകൾ ഉണർത്തപ്പെടണം. കർത്തൃവേല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല വ്യാപിക്കപ്പെടണം. പാപികൾ മാനസാന്തരപ്പെടണം. ശുശ്രൂഷയ്ക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ നീക്കപ്പെടണം. സഭ ആത്മനിറവുള്ളവരുടെ കൂട്ടമായി വളരണം. ശുശ്രൂഷകന്മാരുടെ ആരോഗ്യത്തിനു വേണ്ടിയും ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാകണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജനത്തോട് ശക്തമായി ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രിയരെ, അടുത്തൊരു പോരാട്ടം കഴിക്കൽ പിശാചിനോടുള്ള എതിർത്തു നിൽപ്പാണ്. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ.
എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഏതൊരു വിശ്വാസിയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുന്നവനാകണം എക്കാലത്തും. പിശാചിനോട് ഒരിക്കലും ഒരു വിശ്വാസി അനുരഞ്ജനത്തിലായി പോകരുത്. പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ വേണ്ടതായതെല്ലാം വിശ്വാസിക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ എന്നത്രേ എഫെസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയരെ, നാം പിശാചിനോട് എതിർത്തു നിൽപ്പാൻ ഭയക്കേണ്ട കാര്യമേയില്ല. കാരണം സർവായുധവർഗം ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയെ തകർക്കാൻ, അവനെ ജയിക്കാൻ പിശാചിനാവതില്ല. ഒരു വിശ്വാസിക്കെതിരെ, ഒരു ശുശ്രൂഷകനെതിരെ എന്നും എപ്പോഴും പൈശാചിക തന്ത്രങ്ങൾ പൊങ്ങി നിൽക്കും. എന്നാൽ നാം അതിനോട് പോരാട്ടം കഴിച്ച് അവന്റെ തന്ത്രത്തെ തകർക്കുവാൻ ഇടയാകുന്നത് കാണുവാൻ ദൈവം നമ്മിൽ കൂടെയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ആകയാൽ കൂടപ്പിറപ്പുകളെ, ഈ വിധ പോരാട്ടം കഴിക്കലിൽ നിങ്ങൾ എപ്രകാരം ഇരിക്കുന്നു? ഒരു പടയാളി എന്ന നിലയിലും, ഒരു ഓട്ടക്കാരൻ എന്ന നിലയിലും, ഒരു വിശ്വാസി എന്ന നിലയിലും വിജയിയായി തീരുവാനുള്ള പോരാട്ടം കഴിക്കൽ നടത്തുന്നതിൽ പ്രിയപ്പെട്ടവരെ, താങ്കൾ ഒരു വിജയിയോ അതോ പരാജയ ഭീതിയിൽ കഴിയുന്ന ഒരു വ്യക്തിയോ? പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു വിജയിയായി തീരുവാൻ ആഗ്രഹിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.